ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഉത്തരരാമായണം കിളിപ്പാട്ട്, 3-ാമത്തെ അധ്യായം, സീതാവിലാപം. സീതാദേവിയും അതു കേട്ട നേരത്തു തത്ര മേദിനി തന്നിൽ വീണു മോഹിച്ചു നിസ്സജ്ഞയായി. അങ്ങനെ മുഹൂർത്തമാത്രം കഴിഞ്ഞൊരു ശേഷം മംഗനാമണി മോഹം തീർന്നുടനൊന്നു വീർത്താൾ. അയ്യോ ഭർത്താവേ, വെടിഞ്ഞായോ മാം വൃത ബലാൽ, നീ എന്നെ ഉപേക്ഷിച്ച് എന്തു കാരണം നാഥ? ഞാൻ മുന്നം അനേകം മാനുഷരെ ദുഃഖിപ്പിച്ചു കാമ്യതാരങ്ങളോടു വേർപെടുത്തതിൻ ഫലം ഞാനിപ്പോൾ അനുഭവിച്ചിടുന്നതിനുമേലിൽ ദീനത്വം എത്ര കാലം ഭുജിച്ചിടുക വേണം? സന്തതം മുനികളും താപസപത്നിമാരും എന്തിനു വെടിഞ്ഞിതു രാഘവൻ നിന്നെയെന്നു സന്തതം ചോദിച്ചാൽ ഞാൻ എന്തവരോടു ചൊല്ലും? സന്താപം എന്തുകൊണ്ടു ഞാൻ പൊറുക്കുന്നിതയ്യോ? വല്ലതാകിലും പ്രാണത്യാഗം ചെയ്തിടുവൻ ഞാൻ, ഇല്ല സന്തതി സൂര്യവംശത്തിൽ എന്നും വരും. മാതാക്കന്മാരോടു ചെന്നെല്ലാമേ ചൊല്ലിയിടു നീ, ഖേദമുണ്ടവർക്കും എന്നെ ഓർത്തിയിടും നേരം. വല്ല ജാതിയും മനോരഞ്ജനയോടും കൂടെ കല്യാണത്തോടു വാണിയിടുന്നതോ നൃപധർമ്മം. ലോകാപവാദം ശങ്കിച്ചെന്നെ സന്ധ്യജിച്ചതു ലോകനായകൻ മമ ഭർത്താവ് ശ്രീരാമചന്ദ്രൻ. എന്നെ വേറിട്ട കാലം ഏതുമേ ദുഃഖിയാതെ നന്നായി രക്ഷിക്ക ഭൂമണ്ഡലം ധർമ്മത്തോടെ. അഗ്രജൻ തന്നെ പരിചരിച്ചിടുക നിത്യം, വ്യഗ്രവും കളഞ്ഞെങ്കിൽ പോയാലും വൈകിടാതെ. വൈദേഹി വാക്കുകേട്ടു 3 രൂപദക്ഷിണം ചെയ്തു കുമ്പിട്ടു കണ്ണീർ വാർത്തുരിയാടാതെ പോയി. ഭൂമിയിൽ വീണുരുണ്ടു കിടന്നു കരയുന്ന ഭൂമിനന്ദന തന്നെ നോക്കി നോക്കിപ്പോയി ചെന്നു. ഗംഗയും കടന്നുടൻ സുമന്ത്രരോടും കൂടി മംഗലം പ്രാർത്ഥിച്ചു മന്ദം മന്ദം നടകൊണ്ടാൻ. അന്നേരം സൗമിത്രിയും സുമന്ത്രരോടു ചൊന്നാൻ, നന്നു നന്ദിവയോർത്താൽ എത്രയും ചിത്രം ചിത്രം. മാനവശ്രേഷ്ഠനായ രാമചന്ദ്രനും തഥാ ജാനകീദേവിക്കും ഓരോ നാളായുണ്ടായി വന്ന ദുഃഖങ്ങൾ നിരൂപിച്ചാൽ എത്രയും കഷ്ടം കഷ്ടം. ദുഷ്കർമ്മം കുറഞ്ഞോന്നു ചെയ്തിട്ടില്ലല്ലോ താനും. സൗമിത്രി വാക്കുകേട്ടു സുമന്ത്രരരുൾ ചെയ്തു, നാം ഇത്ര ദുഃഖിപ്പതിൻ ഇല്ലവകാശമേതും. സാമർത്ഥ്യം കൊണ്ടു നീക്കാവതല്ല ദൈവമതം. സൗമിത്രേ കേട്ടാലും നീ എങ്കിലോ പുരാവൃത്തം. നിങ്ങൾ നാൾവരും പിറന്നുണ്ടായ ശേഷത്തിങ്കൽ പൊങ്ങിയോരാനന്ദവും കൈക്കൊണ്ടു ദശരഥൻ ചെന്നിതു ഗുരുവായ വസിഷ്ഠാശ്രമത്തിങ്കൽ. അന്നുടൻ അത്രിപുത്രനാകിയ ദുർവാസാവും വന്നിതു ചാതുർമാസ്യം പിരിപ്പാണ്ടത്രൈവകൾ. വന്ദിച്ചു നൃപേന്ദ്രനും താപസശ്രേഷ്ഠന്മാരെ. വസിഷ്ഠകൃതമായോരാതിഥ്യം ഗ്രഹിച്ചുടൻ വസിച്ചു യഥാസുഖം ഭൂപതി ശ്രേഷ്ഠൻ താനും. കുശല പ്രശ്നങ്ങളും ചെയ്തിതു മുനീന്ദ്രന്മാർ, കുശലം തന്നെയെന്നു പറഞ്ഞു നൃപേന്ദ്രനും. വന്ദിച്ചു ദുർവാസാവു തന്നോടു ചോദ്യം ചെയ്തു, നന്ദനന്മാരുണ്ടല്ലോ 4 പേരെനിക്കിപ്പോൾ, എന്നതിൽ ജ്യേഷ്ഠൻ രാമൻ ദീർഘായുഷ്മാനോ മേലിൽ വന്നിടും ഗുണദോഷങ്ങളെയും അരുൾ ചെയ്യുക. ബാലന്മാർ മറ്റുള്ളവരും ഗുണവാന്മാരോ പാർത്താൾ ശീലാദി ഗുണങ്ങളും എത്രയുണ്ടതുമെല്ലാം. മേലിലുള്ള അവസ്ഥകൾ ദിവ്യലോചനം കൊണ്ടു കാലമേ കാണാമല്ലോ സർവവും ഭവാദൃശം. ഇത്തരം നൃപവാക്യം കേട്ടുടൻ ദുർവാസാവും സത്വരമരുൾ ചെയ്തു, കേട്ടുകൊണ്ടാലുമെങ്കിൽ ഈ 7 ലോകങ്ങളും പരിപാലിച്ചു നന്നായി ശ്രീരാമൻ 11,000 വത്സരം വാഴും. പൗരന്മാരോടും ഭ്രാതാക്കന്മാരാം അവരോടും ആരൂഢാനന്ദം പിന്നെ വൈകുണ്ഠം പ്രാപിച്ചിടും. ജാനകീദേവി തന്നെ മധ്യേ മാനുഷശ്രേഷ്ഠൻ കാരണം തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുമല്ലോ. ദുഃഖകാലവും സുഖകാലവും ഓർത്തു കണ്ടാൽ ദുഃഖകാലങ്ങളേറെ ഇരിക്കുമല്ലോ താനും. പുത്രന്മാരിരുവരുണ്ടായി വരും, അവരെയും പൃഥ്വീശൻ ഓരോ രാജ്യം തോറും വാഴിക്കും താനും. പിന്നെയങ് അയോധ്യയും വനമായി വന്നുകൂടും. മന്നവൻ അയോധ്യാവാസികളായവർക്കെല്ലാം തന്നെ ലോകം കൊടുത്തിടുമെന്നതു നൂനം. പിന്നെയും സൂര്യാനയം ഒടുങ്ങിക്കൂടുവോളം
അന്നുള്ള അവസ്ഥകൾ അരുളി ചെയ്തു മുനി മന്നവൻ എന്നോടരുൾ ചെയ്തിതു മറ്റാരോടും. എന്നും ഈ അവസ്ഥകൾ ഉര ചെയ്യായിക വേണം, അന്നു തൊട്ടാരോടും ഞാൻ ഉര ചെയ്തതുമില്ല. എന്നിരിക്കലും ഇന്നു നിന്നോടു പരമാർത്ഥം ഒന്നൊഴിയാതെ പറഞ്ഞിടരുതെന്നില്ലല്ലോ. എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്നേരം വൈദേഹിയും വന്നൊരു ദുഃഖം സഹിയാഞ്ഞു വീണുരുണ്ടുടൻ. അയ്യോ ഭർത്താവേ, വെടിഞ്ഞായോ മാം വെറുതെ നീതിയിൽ ചാടണമെന്നു ചൊന്നതും ചെയ്തേനല്ലോ. വന്യയിൽ ചാടി മരിക്കാമെന്നു നിരൂപിച്ചാൽ വന്യയും ചൂടുകയിൽ എന്നെ എന്താവതയ്യോ. വന്യയും ചുടുകയിൽ എന്നെ എന്താവതയ്യോ. എന്തോന്നു പറവതു നിന്നോടുകൂടി മുന്നം സന്തോഷം പൂണ്ടുവാണതോരോന്നേ നിരൂപിച്ചാൽ. വെള്ളത്തിൽ കാലും കെട്ടി ചാടി ചാകയോ നല്ലോ, വള്ളിയും കെട്ടി ഞാനു ചാകയോ നല്ലോ പാർത്താൽ. കാളസർപ്പത്തെ കൊണ്ടു കടിപ്പിച്ചിടുകയോ, കാളകൂടത്തെ പാനം ചെയ്തു ചാകയോ നല്ലോ. ഏതൊരു ജാതി മമ പ്രാണനെ കളയാവോ, മേദിനി തന്നിൽ വസിക്കുന്നതും മിനിമതി. താപേന സീതാദേവി കരയും നാദമപ്പോൾ താപസകുമാരന്മാരിൽ ചിലർ കേട്ടാരല്ലോ. ചെന്നവർ വാൽമീകിയെ വന്ദിച്ചു ചൊന്നാരപ്പോൾ, ഇന്നൊരു നാരി ഗംഗാതീരെ കാനനദേശേ വീണുടൻ കിടന്നുരുണ്ടേറ്റവും കരയുന്നോൾ. വാനവർ നാരിമാരിൽ ആരാനും അല്ലയല്ലേ. ശ്രീ ഭഗവതി എന്നു തോന്നിയിടും കാണുന്തോറും താപമുണ്ടായതവൾക്കെന്തെന്നും അറിഞ്ഞില്ല. പുഷ്കര നേത്രയുടെ ദുഃഖം കണ്ടതുമൂലം വൃക്ഷങ്ങൾ വല്ലികളും ആഴ്കുന്നു കഷ്ടം കഷ്ടം. നദിയും ഒഴുകാതെ നിൽക്കുന്നു ദുഃഖത്തോടെ കതിരോണ്ടാനും മുഴന്നങ്ങനെ നിന്നിടുന്നു. പവനൻ തനിക്കുമില്ലിളക്കം എന്നേ കഷ്ടം, പവനാശനന്മാരും വിലത്തിൽ പൊക്കിയിടുന്നു. പക്ഷികൾ വൃക്ഷം തോറും ശബ്ദിക്കുന്നതുമില്ല, രക്ഷിച്ചിടുക വേണം അവളെ തപോനിധേ. സൽക്കരിക്കേണം അവളെ പുനരധീനവൾ, തക്കവളെന്നു നൂനും ഇല്ല സംശയമേതും. സർവബാലകന്മാരും ഇങ്ങനെ ചൊന്ന നേരം ദിവ്യലോചനം കൊണ്ടു കണ്ടിതു വാൽമീകിയും. അർഘ്യപാദ്യാദികളും കൈക്കൊണ്ടു മഹാമുനി മുഖ്യനും ചൊന്നാനവൾക്കാശ്വാസം വരും വണ്ണം. ഞാൻ അറിഞ്ഞതു നിന്നെ രാഘവപത്നി എന്നും ജാനകി ജനകരാജാത്മജ എന്നും. ഇപ്പോൾ എള്ളോളം കുറ്റം നിനക്കില്ലെന്നും അറിഞ്ഞു ഞാൻ, ഉള്ളിലെ കണ്ണുകൊണ്ടു കണ്ടെന്നു ധരിച്ചാലും. ഭർത്താവു നിന്നെ ഉപേക്ഷിപ്പാൻ കാരണവും ഞാൻ ഉൾത്താരിൽ അറിവുറ്റേനിന്നിനി വൈകാതെ നീ. അർഘ്യപാദ്യാദികളും കൈക്കൊണ്ടെന്നോടുകൂടെ ദുഃഖവും ഉപേക്ഷിച്ചു പോരുക മടിയാതെ. ആശ്രമം തന്നിൽ വസിച്ചിടുക നിനക്കിപ്പോൾ ആശയമായിട്ടുണ്ടു താപസി വർഗമേറ്റം. ആദരിച്ചിടും അവർ നിന്നെ ജാനകി നിത്യം, ഖേദമേതുമേ നിനക്കുണ്ടാകയില്ലതാനും. നിന്നുടെ ഗ്രഹം തന്നിൽ ഇരുന്നിടുന്ന വണ്ണം തന്നെ ആശ്രമം തന്നിൽ ഇരിക്കാമറിഞ്ഞാലും. മൈഥിലി അതു കേട്ടു വന്ദിച്ചു മുനീന്ദ്രനെ പെയ്തിടും ബാഷ്പത്തോടും അനുവാദവും ചെയ്താൾ. വൈദേഹിയോടും കൂടി ചെന്നു വാൽമീകി മുനി ആദരവോടും നിജ പർണശാലയിൽ പുക്കാൻ. താപസീ ജനത്തോടും ചൊല്ലിനാൻ മുനീന്ദ്രനും, താപം കൂടാതെ നിങ്ങൾ പാലിക്ക വൈദേഹിയെ. സന്തോഷിച്ചവർകളും കൂട്ടിക്കൊണ്ടകം പുക്കാർ. അന്തസ്താവവും ഒട്ടു കുറഞ്ഞു വൈദേഹിക്കും. ജാനകി മുനിയുമായി പോയതു കണ്ട നേരം മാനസചിന്തയോടും ലക്ഷ്മണൻ നടകൊണ്ടാൻ. സൂര്യനസ്തമിക്കുമ്പോൾ കൗശികി നദിയുടെ തീരം പ്രാപിച്ചു വസിച്ചിടിനാരവർകളും. മാർത്താണ്ഡോദയെ പുറപ്പെട്ടു വേഗേന ചെന്നു മധ്യാഹ്ന നേരം അയോധ്യാപുരമകം പുക്കാർ. മാർത്താണ്ഡോദയെ പുറപ്പെട്ടു വേഗേന ചെന്നു മധ്യാഹ്ന നേരം അയോധ്യാപുരം മകം പുക്കാർ. ഇനി ശ്രീരാമസാന്ത്വനം എന്ന ഭാഗം അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.